രാമായണം പൊതുവെ ലോകത്തൊട്ടാകെ മനുഷ്യർക്കറിയാവുന്ന ഒരു മഹാകാവ്യമാണ്. ഇന്ത്യയുടെ ഇതിഹാസം കൂടിയാണ്. ആദികാവ്യമായിട്ടാണ് രാമായണത്തെ പരിഗണിക്കുന്നത്. വാൽമീകി ആദ്യ കവിയുമാണ്. എല്ലാ കവികൾക്കും അത് ഋഷിമാരായിരുന്നാൽ പോലും അവർ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില പരിമിതികൾ അവർക്കുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് വാൽമീകി വ്യാസനുമെല്ലാം ആ പരിമിതികൾ ഉണ്ടായിരുന്നുവെന്നാണ്. അതുകൊണ്ട് അവർ ചില ആശയങ്ങൾ അകത്ത് ഒളിച്ചു സൂക്ഷിക്കും, ഒരു കഥ പറഞ്ഞു പോവുകയും ചെയ്യുന്ന രീതിയാണ് സാധാരണ അവലംബിക്കുന്നത്. രാമായണത്തിലെ 3 കഥാപാത്രങ്ങളെയാണ് 3 ദിവസങ്ങളായി ഞാൻ രാമായണത്തെ മനസ്സിലാക്കിയതിൽ നിന്നും രാമായണത്തെക്കുറിച്ചുള്ള ഞാൻ വായിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ നിന്നും ഞാൻ കണ്ടെടുത്ത ചില ജീവിത ദർശനങ്ങൾ നിങ്ങളോട് പറയുന്നു. അത് ശ്രീരാമൻ, രാവണൻ, സീത, ഈ 3 കഥാപാത്രങ്ങളിലാണ്. ഇത് കേൾക്കുന്നവർ 3 ദിവസവും തുടർച്ചയായി കേൾക്കണം എന്നൊരഭ്യർത്ഥനയുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പം രാമായണത്തിലെ യുദ്ധ സന്ദേശവും അതിന്റെ ദർശനവും പറയാൻ കഴിയുന്നത് രാവണനിലൂടെയാണ്. രാമായണത്തിലെ സ്വാതന്ത്ര്യവും അതിന്റെ ദർശനവും പറയാവുന്നത് സീതയിലൂടെയാണ്. രാമായണത്തിലൊരു മനുഷ്യൻ എങ്ങനെ രൂപപ്പെടുന്നത് എന്നത് പറയാൻ ശ്രമിക്കുന്നത് രാമനിലൂടെ. അപ്പൊ ഇത് 3 പരസ്പര ബന്ധമാണ്. അതുകൊണ്ട് കേൾക്കുന്നവർ 3 ദിവസവും സന്ധ്യ അതിനു വേണ്ടി കൂടി വിനിയോഗിക്കണമെന്നാണ് എന്റെ ആദ്യത്തെ അഭ്യർത്ഥന. വാൽമീകി ആ കാലത്തെ അധികാരവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന സങ്കടങ്ങളും എന്തുകൊണ്ട് രൂപപ്പെടുന്നു എന്നാണ് നമ്മളോട് പറയാൻ ശ്രമിച്ചത്. അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥൻ, അദ്ദേഹം സൂര്യവംശത്തിലെ ഒരു രാജാവാണ്. അതിന് രഘുവംശം എന്നുകൂടി പറയാം. അതുകൊണ്ടാണ് രാമനെ രാഘവൻ എന്നുകൂടി വിളിക്കുന്നത്. അത്തരം ഒരു കഥ പറയുമ്പോൾ സ്വാഭാവികമായി ദശരഥൻ വളരെ വലിയ വിജ്ഞാനിയായ 10 രഥത്തിലിരുന്ന് യുദ്ധം ചെയ്യുന്നവരെ ഒറ്റ രഥത്തിലിരുന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കെൽപ്പുള്ള ഒരാളായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദശരഥൻ എന്ന പേര് കിട്ടിയത്. പക്ഷെ ഒരു രഥത്തിൽ ഇരുന്ന് 10 പേരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കെൽപ്പുണ്ടായിരുന്ന ദശരഥനെ ഒരേ സമയം 3 ഭാര്യമാരെ കൊണ്ടു നടക്കാനുള്ള കെൽപ്പില്ലായിരുന്നു. ഇത് വാൽമീകി നമ്മളോട് പറയുന്നത് ഹാസ്യാത്മകമാണോ മറ്റേതെങ്കിലും തരത്തിലാണോ നമുക്ക് വലിയ നിശ്ചയമില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യവസ്ഥയുടെ തടവറയിൽ പെട്ടാണ് ഏത് സാഹിത്യകാരനും നിൽക്കുന്നത്. അത് മഹർഷിയായ സാഹിത്യകാരനാണെങ്കിലും അങ്ങനെ നിൽക്കും. പക്ഷെ ഒരു സത്യം വാൽമീകി വിളിച്ച് പറയുന്നത്, യുദ്ധത്തിൽ ജയിക്കാൻ എളുപ്പം, വേണമെങ്കിൽ
ആയുധപാഠവും ഉണ്ടെങ്കിൽ, യുദ്ധം ചെയ്യാനുള്ള ശേഷിയുണ്ടെങ്കിൽ, അതിന്റെ കരുത്തുണ്ടെങ്കിൽ നമുക്ക് ലോകം കീഴടക്കാം. പക്ഷെ ഒരു കുടുംബം കൊണ്ടു നടക്കാൻ അത് പോരാ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ലോകം ഭരിക്കാൻ അറിയാവുന്ന ദശരഥനെ ഒരു കുടുംബം ഭരിക്കാൻ അറിയില്ല. അദ്ദേഹം നല്ല അച്ഛനായിരുന്നു. അതുകൊണ്ടാണ് രാമനെ തന്നെ തന്റെ പിൻഗാമിയാക്കാൻ ആലോചിച്ചത്. പക്ഷെ നല്ല ഭർത്താവായിരുന്നില്ല. ഭർത്താവായിരുന്നെങ്കിൽ രാമന്റെ അമ്മ കൗസല്യയെ അദ്ദേഹം കൂടുതൽ സ്നേഹിക്കുക, കൗസല്യയുടെ മകനെ സ്നേഹിക്കുകയും സുന്ദരിയായ കൈകേയിയെ കൊണ്ടു നടക്കുകയും ചെയ്ത തെറ്റ് ദശരഥൻ ചെയ്ത തെറ്റ്. അതിന്റെ ഒരു ഫലം കൈകേയിക്ക് ദശരഥനെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. ആ സ്വാധീനമാണ് രാമന്റെ കാട്ടിലേക്കുള്ള യാത്രയിൽ ആ കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിൽ 14 വർഷമെങ്കിലും പിരിഞ്ഞു കഴിയേണ്ട അവസ്ഥയൊക്കെ സൃഷ്ടിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് തരുന്ന സൂചന എന്താണ്? വാൽമീകി തരുന്ന സൂചന, നിങ്ങൾ, പ്രത്യേകിച്ച് ആണുങ്ങൾ, നിങ്ങളുടെ കരുത്തും പാഠവും മനുഷ്യരെ കൊല്ലാനുള്ള ശേഷിയും ഒന്നുമല്ല പ്രധാനം. പ്രധാനം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടു നടക്കാനുള്ള പാകതയും ശേഷിയും സ്നേഹത്തിന്റെ ഒരു പരിപൂർണതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കൾക്കും കുടുംബത്തിലുള്ളവർക്കും സങ്കടം കൊടുക്കാതെ സന്തോഷം കൊടുക്കാൻ പറ്റും. കുടുംബത്തിലുള്ളവർക്ക് മുഴുവൻ സങ്കടം കൊടുത്തു എന്നതാണ് ദശരഥൻ ചെയ്ത തെറ്റ്. ദശരഥന് മക്കളില്ലാതിരുന്നതും അവിടെ വസിഷ്ഠന്റെ നേതൃത്വത്തിൽ പുത്രകാമേഷ്ടിയാഗം നടന്നതും അതിൽ ഋഷ്യശൃംഖലൻ വന്നതും അതൊക്കെ അറിയാവുന്ന കഥയാണ്. എന്തായിരുന്നാലും ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, ദശരഥൻ എന്ന മഹാരാജാവ് ഒരു വലിയ രാജ്യം കൊണ്ടു നടന്നപ്പോൾ അദ്ദേഹത്തിന് കഴിയാതിരുന്നത് ഒരു ചെറിയ കുടുംബം കൊണ്ടു നടക്കാനുള്ള പാകതയില്ലായ്മ. ആ പാകതയില്ലായ്മയിൽ നിന്നാണ് രാമൻ കാട്ടിലേക്ക് പോകേണ്ടി വരുന്നത്. രാമന് സത്യത്തിൽ കാട്ടിൽ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം കവി ഏറ്റെടുക്കുക. അത് രാവണൻ കാരണം ഉണ്ടാവുന്നതാണ്. ഒരാളിൽ ഒരു രാവണത്വം ഉണ്ടായാൽ, രാവണത്വം എന്ന് പറയുന്നത് അതിർത്തിയില്ലാത്ത ആഗ്രഹമാണ്, എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള മോഹമാണ്, എല്ലാ സുഖങ്ങളും തനിക്ക് വേണമെന്ന ദാഹമാണ്. അങ്ങനെ ഒരാൾ തപസ് ചെയ്ത് ബ്രഹ്മാവിനോട് ആവശ്യപ്പെടുന്ന ഒരു വരം, ഒരു മനുഷ്യന് മാത്രമേ എന്നെ വധിക്കാൻ അവകാശമുള്ളൂ. അത് സത്യത്തിൽ ഈ രാമായണം ഉന്നയിക്കുന്ന, രാമായണത്തിന്റെ മുഴുവൻ മർമ്മം രാവണൻ നേടുന്ന ആ വരത്തിലാണ്. അപ്പൊ സ്വാഭാവികമായി കവിക്ക് രാവണത്വം ഇല്ലാതാക്കാൻ, രാവണനെ വധിക്കാൻ ഒരു മനുഷ്യനെ സൃഷ്ടിക്കേണ്ടി വരും. കവി പറയുന്നതെല്ലാം പരിശോധിച്ചാൽ ഒരു മനുഷ്യനെ ഒരിക്കലും ഒരു കൊട്ടാരത്തിന് സൃഷ്ടിക്കാൻ പറ്റില്ല, ഒരു നാടിന് സൃഷ്ടിക്കാൻ പറ്റില്ല, സ്വർഗത്തിന് പോലും സൃഷ്ടിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരിടമായി കവി കാണുന്നത് കാടാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരാളെ കാട്ടിലേക്ക് കൊണ്ടുപോയി കവിക്ക് പറ്റും. അതിന് കവി സെലക്ട് ചെയ്യുന്ന, കണ്ടെത്തുന്നയാളാണ് രാമൻ. മനുഷ്യനാവുക എന്ന് വെച്ചാൽ
കവി കാണുന്നത് പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരാളാവുക, ലളിതമായ ജീവിതം കൊണ്ട് ക്ഷമയിൽ നന്മയിൽ ചേർന്നൊരാളാവുക. അങ്ങനെ ഒരാളാകാൻ വേണ്ടി കവി സെലക്ട് ചെയ്യുന്നത് രാമനെയാണ്. രാമന്റെ കാര്യത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യാഗത്തിന്റെ തീയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രത്യേക പുരുഷൻ പായസം നൽകിയ ആ പായസം കഴിച്ച വകയിൽ ജനിക്കുന്ന ആളാണ്. രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനുമില്ല. അപ്പൊ സ്വാഭാവികമായി അതിലൊരു പ്രകൃതിപക്ഷമായ ഒരു പിറവിയുടെ ഒരു മുറി കവി ഒരുക്കി തരുന്നുണ്ട്. ആ രാമനാണ് അന്നത്തെ വ്യവസ്ഥ നൽകുന്ന അധികാരമാർക്ക് എന്ന ചോദ്യം. അധികാരം രാജാവിനാണോ, അതോ പുരോഹിതനാണോ, അതോ കുടുംബത്തിലുള്ള ആർക്കെങ്കിലുമാണോ? അവിടെ ആ വ്യവസ്ഥ നൽകുന്ന പ്രധാനപ്പെട്ട ഉത്തരം സർവാധികാരം പുരോഹിതനാണ്. അങ്ങനെയാണ് രാമനെ കൗമാരമായിരിക്കുന്ന കാലത്ത് തന്നെ വിശ്വാമിത്രൻ വന്ന് അദ്ദേഹത്തിന്റെ യാഗ സംരക്ഷണത്തിൽ കാട്ടിലെ രാക്ഷസരെ വധിക്കാൻ, പ്രത്യേകിച്ച് കാട്ടിൽ രാക്ഷസിയായ താടകയെ വധിക്കാൻ രാമന്റെ സേവനം വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുന്നു. രാമനോടുള്ള ഇഷ്ടം കൊണ്ടും രാമൻ കൗമാരക്കാരനായതുകൊണ്ടും താൻ തന്നെ വരാം, സൈന്യങ്ങളോടൊപ്പം വരാം എന്ന് ദശരഥൻ പറയുന്നുണ്ട്. പക്ഷേ വിശ്വാമിത്രൻ രാമൻ തന്നെ വേണമെന്ന് നിർബന്ധത്തിരിക്കുക. ആ വിശ്വാമിത്രന്റെ നിർബന്ധത്തിന് ദശരഥന് വഴങ്ങേണ്ടി വരികയാണ്. അതിന്റെ അർത്ഥം പൗരോഹിത്യത്തിന് താഴെയാണ് രാജാവും നിൽക്കുന്നതെന്ന ആ കാലത്തെ ഒരു ചിന്ത കവി നമ്മളുമായി പങ്കുവയ്ക്കുകയും കൂടി ചെയ്യുകയാണ്. അങ്ങനെയാണ് രാമനും ലക്ഷ്മണനും ദശരഥനോടൊപ്പം കാട്ടിലേക്ക് താടകാവധത്തിന്, അത് കഴിഞ്ഞ് പല സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും പോകുന്നത്. അവിടെ ഒരു കാര്യം, രാമന്റെ സ്വഭാവം അല്ല കവി വരച്ച് കാണിക്കുന്നത്. കൗമാരകാലത്തൊരു രാജാവിന്റെ വീട്ടിൽ പിറക്കുന്ന കുട്ടിയാണെങ്കിലും അയാൾക്ക് എത്രത്തോളമാണ് സ്വാതന്ത്ര്യമുള്ളത്, അവരുടെ മുകളിലുള്ള അധികാരം, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നിയോഗം നടത്താനുള്ള ഉത്തരവാദിത്വം പൗരോഹിത്യത്തിന് എത്രമാത്രമാണെന്ന് കാണിച്ചു തരികയാണ്. രാമനെ കൊണ്ട് സത്യത്തിൽ താടകാവധം നടത്തുമ്പോൾ രാമന്റെ കൈ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ തലച്ചോറ് വിശ്വാമിത്രന്റേതാണ്. സത്യത്തിൽ രാമൻ അറിയാം ആ തെറ്റ് ചെയ്തുകൂടുന്നു. അതൊരു സ്ത്രീയാണ്. ഒരു ഗർഭപാത്രമുള്ള ഒരു സ്ത്രീയെ വധിക്കുന്നത് ഒരു സമൂഹത്തിലെ തുടർച്ചയ്ക്കും വളർച്ചയ്ക്കും ഹാനികരമാണെന്ന് രാമൻ അറിയാം. പക്ഷെ വധിക്കണമെന്നത് വിശ്വാമിത്രന്റെ ആജ്ഞയാണ്. അതിനെ ധിക്കരിക്കാൻ രാമനാവുകയല്ല. എന്നാൽ ആ തെറ്റ് ചെയ്യുന്ന രാമനാണ് പശ്ചാത്താപം പോലെ സ്വന്തം ഇച്ഛയനുസരിച്ച് താൻ ആരാണെന്ന്, എന്താണെന്ന്, തന്റെ മനസ്സെവിടെയാണെന്ന് കാണിക്കാനാണ് രാമൻ മറ്റൊരു പുരോഹിതന്റെ ശാപമേറ്റ് കല്ലായി കിടന്ന അഹല്യ. സത്യത്തിൽ ഇവിടെ രണ്ടിടത്തും രണ്ട് പുരോഹിതന്മാരാണ്. ഒരു പുരോഹിതനാണ് രാമനെ കൊണ്ട് താടകയെ കൊല്ലിക്കുന്നത്. അതേ രാമനാണ് മറ്റൊരു പുരോഹിതൻ തന്റെ ഭാര്യയെ ശപിച്ച് കല്ലാക്കി മാറ്റിയ ഒരു പുരോഹിതന്റെ കോപത്തിന് ഇടയായി
കല്ലായി കിടക്കുന്ന ഒരു പെണ്ണിനെ ശാപമോക്ഷം കൊടുക്കുന്നത്. സത്യത്തിൽ ഇത് രണ്ടിലും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പുരോഹിതനാണ്. ഒരു പുരോഹിതന്റെ തെറ്റിന് രാമൻ ഇരയാവും. മറ്റൊരു പുരോഹിതന്റെ തെറ്റ് കാരണം കല്ലായിപ്പോയ പെണ്ണിന് രാമൻ ശാപമോക്ഷം കൊടുക്കും. ഒരർത്ഥത്തിൽ ഇത് രണ്ടും ചേർന്നതാണ് രാമൻ. രാമൻ ഒരു വ്യവസ്ഥയുടെ ഭാരം ചുമക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരുപക്ഷെ രാമായണത്തിൽ ഒരു വ്യവസ്ഥയുടെ ഭാരം ഇതുപോലെ ചുമക്കുന്ന മറ്റൊരു കഥാപാത്രമില്ല. സങ്കടങ്ങൾ ഏറ്റുവാങ്ങുന്ന മറ്റൊരു കഥാപാത്രമില്ല. എന്നാൽ സ്വയം തീരുമാനമെടുക്കുമ്പോൾ അതിൽ പ്രകൃതിപക്ഷ നന്മകളും ലളിതമായ ചില രീതികളും ഉൾക്കൊള്ളിക്കാനും അതിന്റെ ഒരു സൗന്ദര്യം പുലർത്താനും രാമന് കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞാണ് രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും ഒക്കെ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തുന്നതും സീതയെയും സഹോദരിമാരെയും കാണുന്നതും ഈ ശൈവജാപം മുടിക്കുന്നതും. അത് കഴിഞ്ഞ് അറിയിച്ചതൊക്കെ നാളെയല്ല മറ്റന്നാൾ പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വിശദീകരിക്കുന്നില്ല അതിന്റെ ദർശനം. അവിടുന്ന് അവർ തിരിച്ചു വരുമ്പോഴാണ്, അതായത് ദശരഥ മഹാരാജാവും ബന്ധപ്പെട്ടവരൊക്കെ വന്ന് വിവാഹമൊക്കെ നടന്ന് അവര് പെട്ടെന്ന് തന്നെ രാജ്യത്തേക്ക് തിരിച്ചുപോയി. പിന്നെ രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഈ ഭാര്യമാരും കുറച്ചാളുകൾ മാത്രം തിരിച്ചു വരുമ്പോഴാണ് വരുന്ന വഴി പരശുരാമനെ കാണുന്നത്. അപ്പൊ രണ്ട് രാമന്മാരാണ്. ഈ രണ്ട് രാമന്മാരെ എന്തിനാണ് വാൽമീകി ഇങ്ങനെ കാണിച്ചത്? സത്യത്തിൽ ആ പരശുരാമൻ ഇവിടെ പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്തിനാണ് പരശുരാമൻ ഇവിടെ ശ്രീരാമന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നത്? പറഞ്ഞു വന്നാൽ ചിരഞ്ജീവിയാണ് പരശുരാമനെങ്കിലും രണ്ടുപേരും അവതാരമനുസരിച്ച് ഒരാളിന്റെ അവതാരം. അങ്ങനെയാണെങ്കിൽ അവർ രണ്ട് എന്തിന് കണ്ടു? എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പരശുരാമൻ ശ്രീരാമനെ കണ്ട് ശ്രീരാമനോട് തർക്കമുന്നയിക്കുകയാണ്. നീ വലിയ തെറ്റ് ചെയ്തവന്, തെറ്റ് ചെയ്ത നീ ഒന്നാമത്തെ തെറ്റ് നീ ശൈവജാപം ഒടിച്ചു എന്നതാണ്. എന്റെ ഗുരുവായ ശിവന്റെ ശാപം ഒടിക്കാൻ നിനക്ക് അവകാശം. അപ്പൊ നീ ആ കാര്യത്തിൽ തെറ്റ് ചെയ്തു. രണ്ട് ക്ഷത്രിയനായ നീ ഒരിക്കലും ചെയ്തുകൂടാത്തതുപോലെ നീ താടക എന്ന സ്ത്രീയെ വധിച്ചു എന്നതാണ്. ഇത് പരശുരാമനാണ് ചോദ്യം. എന്തായിരുന്നാലും ആ ചോദ്യം അവസാനം തർക്കത്തിൽ രണ്ടുപേരും തമ്മിൽ യുദ്ധം നടത്തുകയാണ്. യുദ്ധം നടന്ന് പരശുരാമൻ പരാജയപ്പെടുകയും പരാജയപ്പെട്ട പരശുരാമന്റെ സിദ്ധികളെല്ലാം വിജയിച്ച രാമനെ സംഭാവന ചെയ്യുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ കവി ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ കൈമാറ്റമാണ്. അതായത് പരശുരാമൻ ശ്രീരാമന് ഈ തർക്കത്തിലൂടെ ഉന്നയിക്കുന്നത് രണ്ട് സംസ്കാരങ്ങളുടെ രണ്ട് വിളക്കുകളാണ്. ഒന്ന് ഈ ആര്യപൂർവകാലത്ത് വളർന്നു വന്ന സംസ്കാരത്തിന്റെ ചില പ്രത്യേകതകളും, രണ്ട് ആര്യാധിനിവേശത്തോടെ ഇന്ത്യയിൽ പൂത്തുലഞ്ഞ ഒരു സംസ്കാരവുമാണ്. സത്യത്തിൽ ഈ സംസ്കാരം രണ്ടും സമന്വയിച്ച് വേറൊരു സംസ്കാരം ഉണ്ടാകുന്നതിന്റെ ലക്ഷണമാണ് ഈ പരശുരാമന്റെ സിദ്ധികളെല്ലാം രാമനിൽ കൈമാറുന്നതിലൂടെ കൈക്കൊണ്ടത്. സത്യത്തിൽ ഇതിനെക്കുറിച്ച് ഇന്ത്യയിൽ കുറച്ചൊക്കെ ഗവേഷണം നടത്തിയത് ഒരു 50കളിൽ ഇന്ത്യയിൽ നിന്ന സോഷ്യലിസ്റ്റുകളായ ചിന്തകന്മാരാണ്. പക്ഷെ പിന്നെ അത് പലതരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും ഇന്ത്യൻ ഗവേഷണത്തിന്റെ പരിമിതികളുടെയും പ്രത്യേകത കൊണ്ട് മുന്നോട്ട് പോയില്ല. അതേക്കുറിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. എന്തായിരുന്നാലും അതിൽ ആ കണ്ടുമുട്ടൽ ഒരാശയത്തിന്റെ കൈമാറ്റമോ കീഴടക്കലോ അല്ല, ഒരു ഉൾക്കൊള്ളൽ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ
എല്ലാവർക്കും ബാധ്യതയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാണ് രാമനും സീതയും സഹോദരന്മാരും ഭാര്യമാരും എല്ലാം കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിൽ കഴിയുമ്പോഴാണ് ഈ തർക്കങ്ങളുടെ ചെറിയ പുക അവിടെ ഉണ്ടാകുമെന്ന് അറിയാവുന്ന ഒരാൾ സീതയാണ്. സീത പ്രായമധികമില്ലാത്ത ഒരു കുട്ടിയാണെങ്കിലും സീതയുടെ പ്രത്യേകത, സീത ഭൂമിയുടെ എല്ലാ പ്രത്യേകതകളുമുള്ള, ഭൂമിയുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് വാൽമീകി വെളിവാക്കപ്പെടുന്നത് സീതയിലൂടെയാണ്. അവിടെയാണ് ഈ അച്ഛൻ ദശരഥൻ രാമൻ യോഗ്യനായി മാറി രാമന് രാജ്യം നൽകാം എന്ന് തീരുമാനമെടുക്കുന്നത്. അവിടെയാണ് ഒരു ചോദ്യം വാൽമീകി ഉന്നയിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നത്. ഈ മക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം അച്ഛന് മാത്രമാണ്. സത്യത്തിൽ ആ തീരുമാനം ദശരഥനും കൈകേയിയും കൗസല്യയും സുമിത്രയും കൂടി എടുത്തിരുന്നെങ്കിൽ ആ വീട്ടിൽ ഉണ്ടാവില്ല. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം, പലരുടെയും ധാരണ ഈ കുടുംബത്തിൽ ജനാധിപത്യം വേണ്ടതാണ്. തീരുമാനമെടുക്കാൻ ചിലർക്ക് അവകാശം ഉണ്ടെന്നാണ് കുടുംബത്തിന് വേണ്ടി. സത്യത്തിൽ അതാണ് വാൽമീകി വല്ലാതെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ആർക്കും അവകാശമില്ല. ദശരഥൻ ജനാധിപത്യപരമായി തീരുമാനമെടുത്തിരുന്നെങ്കിൽ ജനാധിപത്യപരമായ ഒരു കുടുംബജീവിതം കൊണ്ടു നടക്കാൻ പുള്ളിക്ക് പറ്റിയില്ല. പുള്ളി ആവശ്യമില്ലാതെ 3 ഭാര്യമാരെ സ്വീകരിച്ച് അതുമായി കൊണ്ടു നടന്നു. എത്രയൊക്കെ പ്രഗത്ഭനാണെങ്കിലും ഏതൊക്കെ തരത്തിൽ യോഗ്യത ഉണ്ടെങ്കിലും ഒരാണിനെ ഒന്നിലധികം ഭാര്യമാരെയോ ഒരു പെണ്ണിനെ ഒന്നിലധികം ഭർത്താക്കന്മാരെയോ കൊണ്ടു നടക്കാൻ പറ്റില്ല. മനസ്സ് തുറന്ന് കൊണ്ടു നടക്കാൻ പറ്റില്ല. പറ്റുകയല്ല. അന്ന് അസന്നിഗ്ധമായി രാമന്റെ കഥയിലൂടെ വാൽമീകി പ്രഖ്യാപിക്കാൻ. അവിടെയാണ് ആർക്ക് അധികാരം കൊടുക്കണമെന്ന് രാജാവായി ദശരഥൻ തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തെയാണ് അട്ടിമറിക്കുന്നത്. അതിന്റെ ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തീരുമാനിക്കരുത് എന്നാണ്. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സമൂഹത്തിലോ നമുക്ക് കൂട്ടായി തീരുമാനിക്കാൻ മനുഷ്യൻ രൂപപ്പെടുത്തിയ ഏറ്റവും പ്രാണതുല്യമായ ഒരു ഘടകമാണ് കുടുംബം. അതുകൊണ്ടാണ് അതിന് കുടുംബം എന്ന് പേരുണ്ടായി. അവിടെ സ്നേഹം കൊണ്ടൊരു ഇമ്പം ഉണ്ടാവണം, ഒരു സംഗീതം ഉണ്ടാവണം, താളമുണ്ടാവണം. അത് കൂടുമ്പോൾ ഉണ്ടാവണം. അങ്ങനെ കൂടിയേ തീരുമാനിക്കാം. അങ്ങനെ അല്ലാതാണ് അവിടെ തീരുമാനിച്ചത്. അങ്ങനെ അല്ലാതെ തീരുമാനിച്ചാൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ, ഒരു സുന്ദരിയായ പെണ്ണിന്റെ മുമ്പിൽ നേരത്തെ വഴങ്ങിപ്പോയി വരം കൊടുത്ത ഒരാളെന്ന നിലയിൽ ദശരഥൻ ആ കുടുംബത്തിലെ കൂട്ടായ തീരുമാനമെടുക്കാതെ ഒറ്റയ്ക്കെടുത്ത തീരുമാനത്തിന് അത് നടപ്പാക്കാൻ പറ്റാതെ പോയി മരിക്കേണ്ടി വന്ന ഒരാളാണ് ദശരഥൻ. അപ്പൊ ദശരഥൻ അവിടെ കൂട്ടായ തീരുമാനം എന്തുകൊണ്ട് എടുത്തില്ല? എന്തുകൊണ്ട് എടുത്തില്ല എന്ന ചോദ്യം എന്തുകൊണ്ട് ഇപ്പോഴും ഒരുപാട് കുടുംബങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് തീരുമാനങ്ങൾ യോഗ്യവും നീതിനിഷ്ഠമായ തരത്തിൽ എടുക്കുന്നില്ല എന്ന ദുരന്തം സംഭവിക്കുമ്പോൾ അതിനുത്തരമായി രാമായണത്തെ കണ്ടാൽ രാമായണത്തിലെ ഈ ഒളിച്ചു വെച്ചിരിക്കുന്ന തെറ്റെങ്ങനെയാണ് തെറ്റായി ദശരഥൻ നടപ്പാക്കി അയാൾക്ക് തന്നെ അയാളുടെ പ്രാണൻ കൊടുക്കേണ്ടി വന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സ്വാഭാവികമായി കൈകേയിയുടെ ഇടപെടലുണ്ടായി. കൈകേയിയാണെങ്കിൽ ദശരഥപുത്രനായ സ്വന്തം മകൻ ഭരതൻ ഈ രാമനെ കാട്ടിലേക്കാനൊന്നും ഇഷ്ടപ്പെടുകയല്ല എന്നുള്ളത് കൊണ്ട് ഭരതനെയും ശത്രുഘ്നെയും തന്റെ സഹോദരന്റെ നാട്ടിലേക്ക് അയച്ചതിന് ശേഷമാണ് ഈ നടപടിക്രമങ്ങൾ മുഴുവൻ നടപ്പാക്കുന്നത്.
ആ നടപ്പാക്കലിന്റെ അവസാനം സ്വാഭാവികമായി രാമൻ പതുക്കെ മനുഷ്യനാവാൻ തുടങ്ങുകയാണ്. രാമൻ മാത്രമല്ല, ലക്ഷ്മണനും ശത്രുഘ്നും ഭരതനും എല്ലാം മനുഷ്യരാകും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരുടെ അച്ഛനായ ദശരഥന് മനുഷ്യനാകാൻ പറ്റിയില്ല. എന്നാൽ ദശരഥപുത്രന്മാർ ആണോ അതോ പായസമോ കഴിച്ച് അതിന്റെ വാൽമീകി ഒരു രഹസ്യം സൂക്ഷിക്കുന്ന പോലെയാണ് അത് സൂക്ഷിക്കുന്നത്. പക്ഷെ ഈ 4 മക്കളും മനുഷ്യരാകുകയാണ്. ആ മനുഷ്യരാകുന്ന കഥയാണ് പിന്നെ രാമായണത്തിലെ ഈ രാമന്റെ വഴി എന്ന് പറഞ്ഞ് കഥ മുന്നോട്ട് കൊണ്ടുപോകും. സാധാരണഗതിയിൽ നമ്മുടെ കുടുംബത്തിലെ സന്തോഷം പങ്കുവയ്ക്കുന്ന എല്ലാ ആഘോഷങ്ങളിലും ഒരു സങ്കടം പതിയിരിപ്പുണ്ട് എന്ന് വാൽമീകി പറഞ്ഞിരിക്കുന്നു. ഈ അധികാരം എന്ന് പറയുന്ന ഒന്നിനകത്ത് എത്ര ആഗ്രഹിച്ചാലും ഒളിച്ചിരിക്കുന്ന ഒരു സ്വാർത്ഥതയുണ്ട്. ഈ സ്വാർത്ഥത ഒളിച്ചു വെക്കാത്ത ഒരു അധികാരവും ലോകത്തില്ല. അത് വാൽമീകി ഒരു അർത്ഥത്തിൽ ഈ പ്രഭാതത്തിലെ സൂര്യൻ ഉദിക്കുന്ന പോലെ മനുഷ്യനോട് പറയുന്നു. നമുക്ക് അധികാരം എന്ന് പറയുന്നത് വേറൊരാൾക്കില്ലാത്ത എന്തോ ഒന്ന് നമുക്കുണ്ട് എന്ന തോന്നലാണ്. ആ ഉണ്ട് എന്ന തോന്നലിനകത്ത് ഒരു സ്വാർത്ഥത. ആ സ്വാർത്ഥതയുള്ള ഒന്ന് പങ്കുവെക്കുമ്പോൾ ആ പങ്കുവെക്കൽ അപ്പോഴല്ലെങ്കിൽ എപ്പോഴായാലും സന്തോഷമായിരിക്കല്ല അതിന്റെ ഫലം സങ്കടമായിരിക്കും. ചിലപ്പോൾ എല്ലാം നശിക്കുന്ന സങ്കടം. ഇവിടെ ആ സങ്കടം കുറയ്ക്കുന്നത് സത്യത്തിൽ ഈ 4 മക്കളാണ്. ദശരഥൻ മരിച്ചു എങ്കിലും ഈ 4 മക്കളിൽ മനുഷ്യത്വവും കുടുംബസ്നേഹവും പരസ്പര ബഹുമാനവും മരിച്ചുപോയില്ല. മരിച്ചു പോകാത്തതുകൊണ്ട് അവർ അച്ഛന് അമ്മ കൈകേയി ചതിയിൽപ്പെടുത്തിയാണെങ്കിലും അതൊരു കെണിയായി മാറിയതിന്റെ കുറ്റം മക്കളെ കെടുകയാണ്. രാമൻ അച്ഛന്റെ എല്ലാ കടങ്ങളും തീർക്കാൻ, അച്ഛന്റെ അധികാരം സ്വീകരിക്കാതിരിക്കാൻ, തനിക്ക് അമ്മ വിധിച്ച വനവാസം എന്ന ശിക്ഷ ഏറ്റെടുക്കാൻ, സത്യത്തിൽ ആ ശിക്ഷയാണ് രാമന്റെ രക്ഷയാവുന്നത്. രാമൻ മനുഷ്യനാവുന്നത് അങ്ങനെയാണ്. കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിലേക്ക് പോകുമ്പോൾ ഏറ്റവും നന്നായി രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം പറക്കുന്നത് അപ്പോഴാണ്. അത് സുമിത്രയുടെ നാവിൽ നിന്നാണ്. കാരണം ദശരഥന്റെ ഒന്നാമത്തെ ഭാര്യ കൗസല്യ, രണ്ടാമത്തെ ഭാര്യ കൈകേയിയാണ്. സുമിത്രയ്ക്കറിയാം തന്റെ മക്കൾക്ക് രാജ്യം കിട്ടുകയല്ലെന്ന്. കാരണം താൻ മൂന്നാമത്തെ ഭാര്യയാണ്. തനിക്ക് 2 മക്കളുണ്ട്. അതുകൊണ്ട് സുമിത്ര കാട്ടിൽ പോകുന്ന ശ്രീരാമനോടൊപ്പം പോകുന്ന സീതയോട്, അവർക്ക് കൂട്ടുപോകുന്ന ലക്ഷ്മണനോടും തന്റെ പുത്രനായ ലക്ഷ്മണനോട് വിളിച്ചാണ് അമ്മ ഉപദേശിക്കുന്നത്. ഈ രാമൻ ദശരഥൻ വിത്തി ജനകാലത്തിൽ ആ ശ്ലോകം, അതായത് എവിടെയാണോ നിങ്ങൾ എത്തിച്ചേരുന്നത് അവിടമാണ് അയോധ്യ. നീ രാമനെയാണ് കാണുന്നതെങ്കിൽ രാമനാണ് നിന്റെ പിതാവ്. രാമൻ പിതാവാകുമ്പോൾ രാമന്റെ ഭാര്യ നിന്റെ അമ്മയാണ്. അപ്പോൾ നിനക്ക് നിന്റെ മനസ്സിന് തെറ്റായതൊന്നും തോന്നാതെ ശരിയായതെല്ലാം തോന്നി എവിടെയും സുഖകരമായി ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവും. ഇതാണ് ഈ രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകമായി കണക്കാക്കുന്നത്. ഇത് സത്യത്തിൽ പറയാൻ അവകാശമുള്ളത് ഒരു അമ്മയ്ക്ക് തന്നെയാണ്. പക്ഷെ ആ അമ്മയെ കവി തിരഞ്ഞെടുക്കുന്ന സുമിത്രയിലാണ്. കാരണം കൗസല്യക്ക് മോഹങ്ങളുണ്ട്. മോഹമുള്ളത് കൊണ്ട് സങ്കടങ്ങളുണ്ട്. കൈകേയിക്കാണെങ്കിൽ മോഹമുണ്ടായി അതിന്റെ സങ്കടവും
സന്തോഷവും ഒക്കെ കൂടി അവസാനം തനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭാരമായി മാറുകയാണ്. അവിടെയാണ് തന്റെ മക്കൾക്ക് ഇതൊന്നും ആവശ്യമില്ല, ഒരാൾ രാമന്റെയും ഒരാൾ ഭരതന്റെയും സഹായികളായി നിൽക്കുന്നു. അപ്പം സുമിത്രയ്ക്ക് സത്യത്തിൽ അകത്ത് കടലിരുമ്പമില്ലാതെ, ഏതെങ്കിലും തിരകളില്ലാതെ, സത്യസന്ധമായി പാകതയോടെ മകനോട് ഉപദേശിക്കാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ടെന്ന് നിശ്ചയിച്ച് കവി അത് പറയാൻ തെരഞ്ഞെടുക്കുന്നത് സുമിത്രയാണ്. രാമൻ സ്വാഭാവികമായി അവരോടൊപ്പം കാട്ടിലേക്ക് പോവുകയാണ്. അവിടെയും ജനാധിപത്യപരമായി കവി ഒരു സന്ദർഭം കൊടുക്കുന്നുണ്ട്. അതായത് രാമൻ കാട്ടിൽ പോകാൻ തീരുമാനിച്ചു, അമ്മയുടെ അഭിലാഷം നടപ്പാക്കാൻ തീരുമാനിച്ചു. അച്ഛൻ ഒരു കെണിയിൽപ്പെട്ടാണെങ്കിലും കൊടുത്ത വാക്ക് താൻ പാലിക്കാൻ ബാധ്യസ്ഥനാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ പോകുമ്പോൾ സീത ഒരു കാര്യം തീരുമാനിച്ചു. അവിടെ മുതൽ സീതയുടെ സ്വാതന്ത്ര്യം എടുക്കുക. സീത തീരുമാനിക്കുന്നത്, നിങ്ങൾ കാട്ടിൽ പോകുന്നെങ്കിൽ ഞാനും കാട്ടിൽ നിൽക്കും. അതിൽ സീതയ്ക്ക് ആ തീരുമാനം എടുക്കാൻ രാമന്റെ അനുവാദം പോലും ആവശ്യം. കാരണം രാമൻ എവിടെയാണോ അവിടെയാണ് സീത. സീതയ്ക്ക് അവിടം മുതൽ കവി സ്വാതന്ത്ര്യം കൊടുക്കുക. സത്യത്തിൽ ഈ ലോക കഥാപാത്രങ്ങളിൽ ഒരു സ്ത്രീ ഭൂമിയുടെ എല്ലാ സ്വാതന്ത്ര്യത്തിനും അവകാശിയാണെങ്കിൽ അത് സീതയാണ്. അപ്പം സീത പോകാൻ തീരുമാനിച്ചു. ലക്ഷ്മണൻ അവർ രണ്ടുപേരെയും തന്റെ ജീവിതം കൊടുത്ത് സംരക്ഷിക്കാൻ കാട്ടിലേക്ക് പോകാനും തീരുമാനിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി അവരാദ്യം ഈ യാത്രയക്കാൻ വന്ന ജനങ്ങളും കൊട്ടാരവാസികളും പുരോഹിതരും മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെട്ട ജനങ്ങളെല്ലാം അവർ തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ട് തിരിച്ചുപോയി കാട്ടിലേക്ക് കിടക്കുമ്പോൾ ആദ്യം കാണുന്നത് ഗുഹനെയാണ്. ഗുഹൻ ഒരു കാട്ടാള രാജാവാണ്. അപ്പൊ ഗുഹൻ രാമനോട് പറയുന്നുണ്ട്, അങ്ങയ്ക്ക് ആ നാട് ഭരിക്കാൻ അവകാശമില്ലെങ്കിൽ എന്റെ ഈ കാട് ഭരിക്കാൻ അങ്ങയ്ക്ക് ഞാൻ എന്റെ അവകാശം തരാം. അങ്ങ് ഭരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അവിടെ തൊട്ട് രാമൻ മനുഷ്യനായി മാറുകയാണ്. രാമൻ പറയുന്നത്, ഭരിക്കാനല്ല ഞാൻ കാട്ടിൽ പോകുന്നത്, ഞാൻ എന്നെ തന്നെ ഭരിക്കാനുള്ള ഒരു നിയോഗം ഏറ്റെടുക്കുകയാണ്. ഈ ലോകത്ത് മഹാത്മാഗാന്ധി അതുകൊണ്ടാണ് രാമനെ വല്ലാതെ ഇഷ്ടപ്പെട്ടത്. ആ ഇഷ്ടപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്കാർക്കും കഴിയാത്തത് രാമന് കഴിഞ്ഞതുമായ ഒരു കാര്യം ഗാന്ധി പറയുന്നുണ്ട്. അത് പറയുന്നത്, നമുക്ക് വേറൊരാളെ ഭരിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഒരു ഭർത്താവിന് ഭാര്യയെ ഭരിക്കാനോ, ഒരച്ഛന് കുടുംബത്തെ ഭരിക്കാനോ, ഒരു നാട് ഒരു മന്ത്രിക്കോ രാജാവിനോ ഭരിക്കാനോ ഒക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ അവനവനെ ഭരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അവനവനെ ഭരിക്കാൻ കഴിയുന്നയാളിന് മാത്രമേ മനുഷ്യനാവാൻ പറ്റൂ. മറ്റുള്ളവരെ ഭരിക്കാൻ കൂടുതൽ കഴിയുന്ന ആർക്കും മനുഷ്യനാവാൻ പറ്റില്ല. എന്നാൽ അവനവനെ അവൻ ഭരിച്ചു തുടങ്ങുമ്പോൾ അവൻ മനുഷ്യനാവും. അപ്പൊ ഈ ഗുഹൻ പറയുമ്പോൾ ശ്രീരാമൻ പറയുന്നത്, ഈ നാട് ഇയാൾ തന്നെ ഭരിക്കുക, ഞാൻ എന്നെ കുറച്ചു കാലം ഭരിക്കാനുള്ള ഒരു നിയോഗം എനിക്കൊരു ശിക്ഷയായി കിട്ടിയിട്ടുണ്ട്. അതിന് എന്റെ കൂടെ സീതയുണ്ട്, ലക്ഷ്മണനുണ്ട്, അവരും ആ സമയം അവരെ ഭരിക്കണം. അപ്പൊ ഞങ്ങൾ കാട്ടിലേക്ക് പോവുകയാണ്. അത് ഏതാണ്ട് അക്ഷരം പ്രതി രാമൻ സീതയും ലക്ഷ്മണനും അനുസരിക്കുകയാണ്. അത് കഴിഞ്ഞാണ് അവർ മുമ്പോട്ട് പോയി ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ഭരതൻ നാട്ടിൽ തിരിച്ചു വരുന്നു. അദ്ദേഹം
അദ്ദേഹത്തിന്റെ അമ്മയുടെ സഹോദരന്റെ നാട്ടിൽ നിന്ന് വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം തിരിച്ചെത്തുമ്പോഴാണ് അറിയുന്നത് അച്ഛൻ മരിച്ചുപോയി. അതിന് കാരണം ഇന്നതൊക്കെയാണ്. ജ്യേഷ്ഠൻ നാട് വിട്ടുപോയി. സ്വാഭാവികമായി ഭരതന് ഭയങ്കരമായി ദേഷ്യം വരുന്നു. അയാൾ രാജ്യം സ്വീകരിക്കാല എന്ന് പറയുന്നു. രാജ്യം ചേട്ടന് തന്നെ ഉള്ളതാണെന്ന് പറയുന്നു. അങ്ങനെ പുരോഹിതന്മാരോടുകൂടി വസിഷ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകളോടുകൂടി ശ്രീരാമനെ തേടി ഭരതൻ പോവുകയാണ്. അപ്പൊ ശ്രീരാമനെ തേടിപ്പോയി ശ്രീരാമനെ കണ്ടെത്തി ഭരതൻ ആവശ്യപ്പെടുന്നത്, എനിക്ക് രാജ്യം ആവശ്യമില്ല, രാജ്യം ചേട്ടൻ തന്നെ സ്വീകരിക്കണം, അച്ഛൻ മരിച്ചു. അവിടെ വെച്ചാണ് അച്ഛൻ മരിച്ച വിവരം രാമൻ അറിഞ്ഞത്. രാമനപ്പം അവസാനം ഒരുപാട് തർക്കിച്ചിട്ടും രാമൻ തന്നെ രാജ്യം ഏറ്റുവാങ്ങി ഭരിക്കണമെന്ന് പറഞ്ഞിട്ട് രാമൻ സമ്മതിക്കാതെ രാമൻ ഭരതനോട് പറയുന്ന, ഭരത, നിന്റെ അമ്മയെ എന്റെ അമ്മയെ, അച്ഛൻ നമ്മുടെ രണ്ടുപേരുടെയും അച്ഛനാണ്. അച്ഛനും അമ്മയും കൂടി തീരുമാനിച്ചതാണ് ഞാൻ 14 വർഷം കാട്ടിൽ വസിക്കണമെന്ന്, നീ അത്രയും കാലം നാട് ഭരിക്കണമെന്ന്. നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹവും തീരുമാനങ്ങളും നടപ്പാക്കാൻ നമ്മൾ ബാധ്യതരാണ്. അതുകൊണ്ട് ഇഷ്ടമാണ് ഇത് വന്നേത്, നീ രാജ്യം ഭരിക്കാൻ, ഞാൻ കാട്ടിൽ വസിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതിനെ മാറ്റരുത്. അതിനെ മാറ്റിയാൽ ജീവിച്ചിരിക്കുന്ന അമ്മയോട് മരിച്ചുപോയ അച്ഛനോട് നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെയാണ് അവസാനം ഭരതൻ കൊണ്ടുപോയ ഒരു മെതിയടി രാമന്റെ കാലിലണിയിച്ച് അത് വാങ്ങി അത് സിംഹാസനത്തിൽ വെച്ച് അത് സാക്ഷിയാക്കി ഭരിക്കുമെന്ന് പറഞ്ഞ് രാമൻ തിരിച്ചുപോയി. അയോധ്യയിൽ നിന്ന് മാറി നന്ദിഗ്രാമിൽ പോയി അവിടെ താമസിച്ച് കാട്ടിൽ എങ്ങനെയാണോ രാമൻ ജീവിക്കുന്നത് അതുപോലെ ജീവിച്ച് ഭരതൻ ഭരിക്കുന്നത്. ഇവിടെ സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഭരതനും ശ്രീരാമനും തമ്മിലൊരു മത്സരമുണ്ട്. ആരാണ് ആദർശശാലിയായ രാജാവ്, മനുഷ്യൻ എന്ന നിലയിൽ? സത്യത്തിൽ രണ്ടുപേരും ഏതാണ്ട് തുല്യരാണ്. ഒരാൾ ഒരാളുടെ മുമ്പിൽ തോക്കുന്നില്ല. ഈ ആദർശത്തിന് ഒരു പ്രത്യേകത, ആദർശത്തിന് മത്സരമില്ല, അനാദർശത്തിന് മാത്രമേ മത്സരം. അപ്പം രാമൻ അവിടെ നിന്ന് പിന്നെ ഭരതനെയും യാത്രയാക്കിയതിനു ശേഷം അവർ യാത്രയായി കാട്ടിൽ പോയി താമസിക്കുമ്പോൾ രാമൻ, സീത, ലക്ഷ്മണൻ ചില രീതികൾ അവലംബിക്കുകയാണ്. അവർ മരവുരി കൊടുക്കുകയാണ്. കാട്ടിൽ നമ്മൾ ആർഭാടമായി നടന്നാൽ കാണാൻ ആരുമില്ല. ഈ നാട്ടിൽ നടക്കുന്ന എന്താന്ന് വെച്ചാൽ കാണാൻ ആളുന്നില്ല, ഇല്ലെങ്കിൽ നാട്ടിലും നമ്മൾ നടക്കില്ല. അപ്പൊ കാട്ടിൽ ഒരു സാധാരണ പ്രകൃതിപക്ഷ മനുഷ്യനാവാനേ ആർക്കും പറ്റും. ഒരു ആർഭാടവും കാട്ടിൽ പറ്റുകയില്ല. ആർഭാടം കാട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയാലത് കാട് ജീവികളായ വന്യമൃഗങ്ങളോ അല്ലാത്ത പക്ഷികളോ മറ്റു ജീവജാലങ്ങളോ ഒക്കെ അംഗീകരിക്കുകയില്ല, അവർ തകർത്തുകളയും ചെയ്യും. അതുകൊണ്ട് സ്വാഭാവികമായി മരം ഉരി ചുറ്റി പ്രകൃതിയോടിണങ്ങി പരിമിതമായ ആഹാരം കഴിച്ച് സുഖങ്ങൾ ഉപേക്ഷിച്ച് സ്വന്തം താല്പര്യങ്ങളുടെ സ്വാർത്ഥതയെല്ലാം മാറ്റിവെച്ച് ഒരുതരം നിസ്വാർത്ഥരായ ചെടികളെപ്പോലെ അല്ലെങ്കിൽ ചെറിയ ജീവികളെ പോലെ രാമനും സീതയും ലക്ഷ്മണനും ജീവിതം കൊണ്ട് മാറുകയാണ്. ഒരു കാര്യം കൂടെ അവർ തീരുമാനിച്ചു, ഇത് ശിക്ഷാകാലമാണ്. ശിക്ഷ എന്ന് പറയുന്നത് രാമന് മാത്രമാണ് ശിക്ഷ. പക്ഷെ സീതയും ലക്ഷ്മണനും ആ ശിക്ഷയിൽ പങ്കുചേർന്നവരാണ്. അപ്പൊ രാമൻ മാത്രം ആ ശിക്ഷ അനുഭവിച്ചാൽ മതി, പക്ഷെ പങ്കുചേർന്നവരും ശിക്ഷ. അതുകൊണ്ട് അവർ മൂന്നുപേരും ഒരു കാര്യം തീരുമാനിച്ചു, ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു.
കാരണം ഒരു ശിക്ഷ എന്ന് പറയുന്നത് സുഖം ത്യജിക്കുന്നതാണ്, നിരാകരിക്കുന്നതാണ്. അപ്പൊ ആ സുഖം അവർ ഉപേക്ഷിക്കും. അതെല്ലാം 14 വർഷം കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചെത്തുമ്പോൾ മാത്രം തിരിച്ചെത്തിയാൽ സ്വീകരിക്കേണ്ടതാണ്. അതവർ പൊതുവെ അംഗീകരിച്ചാണ് കാട്ടിൽ കഴിയുന്നത്. അങ്ങനെ വാൽമീകി ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന രാവണത്വം എന്ന് പറയുന്ന നഗരാധികാര പ്രത്യേകതകളോട് ഏറ്റുമുട്ടാൻ, ജയിക്കാൻ ഒരു മനുഷ്യനെ കാട്ടിൽ സൃഷ്ടിക്കുക. അതാണ് രാമൻ. ആ രാമന്റെ ഓരോ സന്ദർഭങ്ങളും വാൽമീകി ഒരു മനുഷ്യൻ എങ്ങനെയാവാം, ഒരു മനുഷ്യൻ എങ്ങനെ രൂപപ്പെടാം, എവിടെ രൂപപ്പെടാം എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ഈ മനുഷ്യന്റെ രൂപപ്പെടലിന് രാമൻ കാട്ടിലെത്തി. എല്ലാ സംഭവങ്ങളും പറഞ്ഞു പോകാൻ പറ്റില്ല. ഇവിടെ പറയുന്ന പോലെ 1 മണിക്കൂർ കൊണ്ട് പറയുന്നത് ഞാൻ സമയമൊന്ന് നോക്കുന്നത് കൊണ്ടാണ് പറഞ്ഞു തീരേണ്ട കാര്യം. ഒന്ന്, കാട്ടിലെത്തിയതിന് ശേഷം അവരിങ്ങനെ ലളിതമായ ജീവിതം, പരിമിതമായ ജീവിതം, കാട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം മാത്രം സ്വീകരിച്ചുള്ള ജീവിതം, അവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ, പക്ഷെ ആ സൗകര്യങ്ങൾക്ക് ഒരു വിശുദ്ധിയുണ്ട്. ഒരു നഗരത്തിലെ ജലം പോലല്ല കാട്ടിലെ ജലം, അത് ജലത്തിന്റെ പൂർണ്ണതയാണ്. ഒരു നഗരത്തിലെ വായു പോലല്ല കാട്ടിലെ വായു, അത് വായുവിന്റെ പൂർണ്ണതയാണ്. ഒരു നഗരത്തിലെ കുളിര് പോലല്ല കാട്ടിലെ കുളിര്, അത് കുളിരിന്റെ പൂർണ്ണതയാണ്. ഒരു പ്രഭാതം നഗരത്തിലുള്ളത് പോലല്ല കാട്ടിലുള്ളത്, അത് പ്രഭാതത്തിന്റെ പൂർണ്ണതയാണ്. അപ്പൊ ആ പൂർണ്ണതയിൽ മനുഷ്യൻ അത് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറണമെങ്കിൽ കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്നവന് ഈ പൂർണ്ണത അനുഭവിക്കാൻ പറ്റുകയല്ല. കാരണം അവൻ വേട്ടയാടാൻ പോവുകയാണ്. പക്ഷെ കാട്ടിൽ ജീവിക്കാൻ പോകുന്നവന് ഈ പൂർണ്ണത കൈവരും. ആ ജീവിക്കാൻ പോകുന്നവനാണ് മനുഷ്യനാവുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് കാട്ടിലെത്തിയ 2 സംഭവങ്ങൾ രാമന്റെ മാനവികമായ പ്രത്യേകതകളെ കാട്ടിത്തരുന്നു. ഒന്ന്, രാമനെ കണ്ട്, രാമനും ലക്ഷ്മണനും സീതയും കഴിയുന്ന പർണശാലയ്ക്ക് അരികിൽ രാവണന്റെ സഹോദരി ശൂർപ്പണഖ വരുമ്പോൾ, ശൂർപ്പണഖ സ്വാഭാവികമായി കാടും നാടും നഗരവുമല്ല ശൂർപ്പണഖയ്ക്ക് സ്വന്തമാണ്. രാവണന്റെ സഹോദരിയാണ്. സ്വന്തം ഭർത്താവ് മരിച്ചതുകൊണ്ട് രാവണനാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ തേടി കണ്ടുപിടിച്ചാൽ നിനക്ക് അയാളെ ഞാൻ കെട്ടിച്ചു തരാമെന്നൊരു വാക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പം ശൂർപ്പണഖ കാണുമ്പോൾ രാമന്റെ അഴകും സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ കണ്ടപ്പോൾ ശൂർപ്പണഖയ്ക്ക് തോന്നി യവൻ മതി എന്ന്. അപ്പം സ്വാഭാവികമായി ശൂർപ്പണഖ വന്ന് രാമനോട് ആവശ്യപ്പെടുന്നത്, എനിക്ക് നിങ്ങളുടെ ഇഷ്ടമായി, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണമെന്നാണ്. അപ്പൊ ശൂർപ്പണഖയോട് ഞാൻ പറയുന്നത്, രാമൻ പറയുന്നത്, ഞാൻ ഏകപത്നി വ്രതക്കാരനാണ്. അവിടെയാണ് രാമൻ മാത്രമല്ല രാമന്റെ സഹോദരങ്ങളും അങ്ങനെയാണ്. രാമന്റെ അച്ഛൻ അങ്ങനെയല്ല. രാമന്റെ അച്ഛന്റെ 3 ഭാര്യമാരുടെ 4 മക്കളാണിവർ. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവരെല്ലാം മനുഷ്യരായി മാറുകയാണ്. അപ്പൊ മനുഷ്യരായി മാറാൻ വാൽമീകി നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, നീ ഏകപത്നി വ്രതക്കാരനാവണമെന്നാണ്. അപ്പം ശൂർപ്പണഖയോട് രാമൻ പറയുന്നത്, ഞാൻ ഏകപത്നി വ്രതക്കാരൻ, എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട്, എനിക്ക് അവളെ അല്ലാതെ സ്നേഹിക്കാൻ പറ്റുകയല്ല. മാത്രമല്ല രാമൻ അറിയാം ഇത് ശിക്ഷാകാലമാണ്. ശിക്ഷാകാലം ബ്രഹ്മചര്യ കാലമാണ്. ആ കാലത്ത് മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല.
പിന്നെ താൻ എടുത്തിട്ടുള്ള വ്രതം അനുസരിച്ച് തനിക്ക് സീതയല്ലാതെ മറ്റൊരു പെണ്ണ് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അപ്പോ ശൂർപ്പണഖ പിന്നെയും ആവശ്യം ഉന്നയിക്കുമ്പോൾ രാമൻ ഒരു പെണ്ണിന്റെ ആഗ്രഹം തള്ളിക്കളയുന്നില്ല. അതായത് ശൂർപ്പണഖ എന്ന പെണ്ണിനെ ഒരു ഭർത്താവിനെ ആഗ്രഹിക്കാനുള്ള മോഹത്തെ രാമൻ നിരാകരിക്കും. പക്ഷേ തന്നെ സമീപിക്കേണ്ട ആവശ്യമില്ല എന്ന് രാമൻ. എന്നിട്ട് രാമൻ പറയുന്നു, നീ വേണമെങ്കിൽ ലക്ഷ്മണനോട് ചോദിക്കുക. കാരണം ലക്ഷ്മണന് രാമൻ എടുത്ത തീരുമാനം ലക്ഷ്മണൻ എടുത്തിട്ടുണ്ടോ എന്ന് രാമൻ അറിയല്ല. മാത്രമല്ല ലക്ഷ്മണന് ഇതൊരു ശിക്ഷാകാലമല്ല. കാട്ടിൽ ലക്ഷ്മണൻ ബ്രഹ്മചാരിയായി കഴിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ലക്ഷ്മണനോട് ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ രാമനേക്കാൾ കൂടുതൽ ഈ രാമനെയും സീതയെയും സേവിക്കാൻ വേണ്ടി മാത്രം കൊട്ടാരം ഉപേക്ഷിച്ച് കാട്ടിലെത്തിയവരാണ്. സ്വാഭാവികമായി ശൂർപ്പണയ്ക്ക് തോന്നുന്നത് ഇതിനെല്ലാം കാരണം സീതയാണെന്ന്. സീതയെ ആക്രമിക്കുന്നു. ആക്രമിച്ച ശൂർപ്പണയാണ്. ലക്ഷ്മണൻ ശൂർപ്പണയെ അതിക്രൂരമായി അപമാനിച്ചാണ് വിടുന്നത്. അപ്പൊ ഇതിൽ രാമൻ കാട്ടുന്ന ഒരു പാകതയുണ്ട്. പക്ഷെ രാമൻ ലക്ഷ്മണന്റെ ആ തെറ്റ് തടയാതിരുന്നു എന്നേ അപാകതയും. പക്ഷെ എന്നാലും രാമന്റെ മനുഷ്യനാവാനുള്ള വളർച്ചയിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. രണ്ടാമതൊരു സംഭവം ഉണ്ടാവുന്നത്, രാമൻ സീതയുടെ മടിയിൽ തലവെച്ച് കാട്ടിൽ ഒരു ചൂടുകാലത്ത് ഒരു മരത്തിന്റെ തണലിൽ സീത ചുറ്റിലും തനിക്ക് കിട്ടിയ കായ്കനികളും മറ്റും ഉണക്കാനിട്ടിരുന്നത് കാത്തിരിക്കുന്ന നേരത്ത് സീതയെ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പം സീതയുടെ സൗന്ദര്യം കണ്ട് ദേവേന്ദ്രന്റെ മകൻ ജയന്തൻ സീതയോട് മോഹം തോന്നി. അത് അടക്കാൻ പറ്റാതായി അഭിനിവേശം കൊണ്ട് പൊറുതിമുട്ടി ഒരു കാക്കയുടെ വേഷത്തിൽ താഴെയെത്തി സീതയുടെ അടുത്ത് വന്ന് സീതയെ ശല്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ രാമനാണെങ്കിൽ ഇതൊന്നും അറിയാതെ ക്ഷീണം കൊണ്ട് സീതയുടെ മടിയിൽ തലവെച്ചുറങ്ങുകയാണ്. സീതയ്ക്കാണെങ്കിൽ രാമനെ ഉണർത്താനും പറ്റുകയല്ല, ഈ കാക്കയുടെ ശല്യം സഹിക്കാനും പറ്റുകയല്ല. സീത ഇത് രണ്ടിന്റെയും ഇടയിങ്ങനെ നിമിഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഈ കാക്ക സീതയുടെ മാറിലും കവിളിലും ഒക്കെ കൊത്തി മുറിവുണ്ടാക്കുകയാണ്. അപ്പൊ അതിൽ നിന്നുള്ള ചോര മടിയിൽ കിടന്നുറങ്ങുന്ന രാമന്റെ മുഖത്ത് വീഴുകയാണ്. അപ്പൊ അതിന്റെ നനവിലാണ് രാമൻ ഉണരുന്നത്. ഉണർന്നു നോക്കുമ്പോഴാണ് ഒരു കാക്ക സീതയെ ആക്രമിക്കുകയാണ്. സീതയാണെങ്കിൽ തന്റെ ഉറക്കത്തിന് ഭംഗം വരുമെന്നോർത്ത് ഇതെല്ലാം സഹിച്ചിരിക്കുകയാണ്. അപ്പൊ രാമന് മനസ്സിലായി, ഇത് വെറും കാക്കയല്ല, ഇത് വേറെന്തോ ആണ്. അപ്പൊ രാമൻ അടുത്തു നിന്നൊരു പുല്ലെടുത്ത് അതിൽ സ്വാഭാവികമായി ഒരു മന്ത്രം ജപിച്ച് ഈ കാക്കയുടെ നേർക്കയച്ചു. അപ്പൊ ഈ കാക്കയ്ക്ക് തന്റെ മുമ്പിലേക്കൊരു അമ്പ് വരുന്നതായിരുന്നു. കാക്ക അവിടെ നിന്ന് പറന്നുപോയി പലയിടത്തും അഭയം പ്രാപിച്ചു. അവസാനം ദേവേന്ദ്രനെ തന്നെ അഭയം പ്രാപിച്ചു, സർവ്വദേവന്മാരെയും അഭയം പ്രാപിച്ചു. സർവ്വദേവന്മാരും പറഞ്ഞു, ശ്രീരാമനാണ് ഇത് അയച്ചതെങ്കിൽ ഇത് തിരിച്ചു പിടിക്കാൻ ശ്രീരാമനെ പറ്റി, നീ അവിടെ തന്നെ പോയി അഭയം പ്രാപിക്കുക. അങ്ങനെ ഈ കാക്ക ശ്രീരാമന്റെ മുമ്പിൽ തന്നെ എത്തുകയാണ്. ശ്രീരാമൻ പറയുന്നത്, നിന്റെ നേർക്ക് നീ ചെയ്ത കുറ്റത്തിന് ഞാൻ ഒരു അമ്പയച്ചു. നീ ഇപ്പം ലോകം മുഴുവൻ കറങ്ങി അഭയം കിട്ടാതെ എന്റെ മുമ്പിൽ തന്നെ അഭയം പ്രാപിച്ചു. ഇങ്ങനെ അഭയം പ്രാപിച്ചവരെ ഞാൻ അങ്ങനെ നിരാകരിക്കല്ല, പക്ഷേ എന്റെ അമ്പിന് വെറുതെ പിൻവലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിനക്കൊന്ന് തീരുമാനിക്കാം, മരണത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. പക്ഷേ ഈ അമ്പ് നിന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു
അവയോ മുറ്റുവാൻ. അപ്പൊ കാക്ക പലതുകൊണ്ടും ആലോചിച്ച് വലിയ തെറ്റ് ചെയ്തത്, സീതയെ കണ്ട തെറ്റ് ചെയ്തത് കണ്ണാണ്. അതുകൊണ്ട് കാക്ക പറഞ്ഞു, ഒരു കണ്ണ് പോട്ടം. അങ്ങനെയാണ് കാക്കയുടെ ഒരു കണ്ണിൽ ശ്രീരാമന്റെ അമ്പ് കൊണ്ടത്. ചിലര് പറയുന്നത് അത് തൊട്ടാണ് കാക്കയ്ക്ക് കോങ്കണ്ണുണ്ടായത്. അപ്പൊ ഇങ്ങനെ ചില സംഭവങ്ങൾ വാൽമീകി പറഞ്ഞു വെക്കുന്നു. ഇവിടെ സീതയോടുള്ള ഇഷ്ടം വെളിവാക്കപ്പെടുന്നു, എന്നാൽ തന്നോട് തന്നെയുള്ള ബ്രഹ്മചര്യം പുലർത്തി ജീവിക്കാനുള്ള പാകത വെളിവാക്കപ്പെടുന്നു. ശൂർപ്പണകയോടുള്ള, ശൂർപ്പണക എന്ന പെണ്ണിന്റെ ആണിനെ തേടാനുള്ള സ്വാതന്ത്ര്യത്തെ നിരാകരിക്കുന്നില്ല. പക്ഷെ അത് സീത ഭാര്യയായിട്ടുള്ള തനിക്ക് തന്നെ എത്ര നിർബന്ധിച്ചാലും പറ്റുകയല്ല എന്നറിയിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണ് സ്വാഭാവികമായി ശൂർപ്പണക പോയി തനിക്ക് നേരിട്ട അപമാനം എത്രയാണെന്നും അതിന്റെ പരിഹാരം രാവണൻ ഉണ്ടാക്കണമെന്നും രാവണനോട് പറയുന്നു. രാവണനാണെങ്കിൽ ലോകത്ത് സുന്ദരിയായ സ്ത്രീകളെ മുഴുവൻ സ്വന്തമാക്കണമെന്ന മോഹമായി നടക്കുന്നത് കൊണ്ട് ശൂർപ്പണക രാവണനോട് പറയുന്നത്, ലോകത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ നിങ്ങളുടെ കൂടെയുള്ള മണ്ഡോദരിയൊന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അന്തഃപുരത്തിലുള്ളവരല്ല, നിങ്ങൾ ഇതുവരെ കീഴടക്കിയ പെണ്ണുങ്ങളൊന്നുമല്ല. ഏറ്റവും സുന്ദരിയായ സ്ത്രീ രാമന്റെ ഭാര്യ സീതയാണ്. സീതയ്ക്ക് ഭർത്താവായിരിക്കാൻ യോഗ്യതയുള്ള പുരുഷൻ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സീതയെ കിട്ടണമെങ്കിൽ രാമനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവരണം. അവിടെ ശൂർപ്പണകയുടെ ഒരു ആഗ്രഹം കുടികൊള്ളുന്നുണ്ട്. സീതയെ രാമന് നഷ്ടപ്പെട്ടാൽ, രാമൻ പറഞ്ഞത് സീത എനിക്കുള്ളത് കൊണ്ട് നിന്നെ കെട്ടാൻ പറ്റുള്ളൂ. അപ്പൊ സീത രാമൻ ഇല്ലാതായാൽ ഏകപത്നി വ്രതക്കാരനായ രാമന് ഒരുപക്ഷെ തന്നെ കല്യാണം കഴിക്കും. കാരണം സീത ഇല്ലാതാവും. അപ്പൊ അതൊരു തന്ത്രമാണ്. എന്തായിരുന്നാലും രാവണന് പ്രത്യേകിച്ച് തന്ത്രമൊന്നും വേണ്ട. സുന്ദരിയായ ഒരു സ്ത്രീയാണെന്ന് അറിഞ്ഞാൽ മതി. രാമന്റെ മോഹം രാവണന്റെ മോഹം അതിന് കിടക്കും. അവിടെയാണ് സീതയെ കാട്ടിൽ നിന്ന് ഒരു പുരോഹിതന്റെ വേഷത്തിൽ വന്ന് രാവണൻ തട്ടിക്കൊണ്ടുപോകും. രാവണൻ തട്ടിക്കൊണ്ടുപോയി പിന്നെ രാമൻ ചെയ്യുന്നത്, സീത നഷ്ടപ്പെട്ട സീതയുടെ വില എത്രയാണെന്ന്, സീതയെ താൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നെന്ന്, സീത ആരായിരുന്നുവെന്ന് രാമൻ തിരിച്ചറിയാണ്. രാമൻ കരഞ്ഞലഞ്ഞ് നടക്കുകയാണ്. സീതയെ തേടുന്ന ജീവിതമാണ് രാമന്റെ കാട് ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ജീവിതം. തേടി തേടിയാണ് അവസാനം സമ്പാദിയിലൂടെ രാവണനാണ് കൊണ്ടുപോയതെന്നും അത് ഈ വഴിയാണെന്നും ഒക്കെ തിരിച്ചറിയുന്നത്. അങ്ങനെ സ്വാഭാവികമായി അതിനു മുമ്പ് തന്നെ കിഷ്കിന്ധ രാജ്യത്തിലെ രാജാവായ സുഗ്രീവന്റെ മന്ത്രിയായ ഹനുമാൻ ആയിട്ടൊരു സന്ധി ഉണ്ടാവുകയാണ്. സത്യത്തിൽ ലോകത്തിൽ എവിടെയും മുന്നണിയുണ്ട്. നമ്മുടെ രാജ്യത്താണെങ്കിൽ മുന്നണി സംവിധാനങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നല്ല പിടിപാടുണ്ട്. പക്ഷെ രാമായണത്തിലെ മുന്നണി പോലെ ആദർശശുദ്ധമായ ഒരു മുന്നണി വാൽമീകി സൃഷ്ടിച്ചു തന്നതുപോലെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല. ആ മുന്നണിയാണ് കിഷ്കിന്ധയിലെ വാനരന്മാരായ ഒരു നാട്ടിലെ മനുഷ്യര്. വാനരന്മാർ എന്ന് പറഞ്ഞാൽ അവർ വാനരന്മാരാകണമെന്നില്ല, വനനരന്മാർ ആകാനാണ് സാധ്യത. പുറത്തെ നാടിന്റെ കളങ്കമോ നഗരത്തിന്റെ ആർഭാടമോ ഇല്ലാത്ത ഒരു നില കെട്ടിടങ്ങളിൽ മാത്രം താമസിച്ചു വന്ന
അത് വെള്ള പെയിന്റ് മാത്രം, എന്ന് വെച്ചാൽ കുമ്മായി മാത്രം അടിച്ച് ജീവിച്ച് പഴങ്ങൾ മാത്രം കഴിച്ച് ഒരുതരം ജീവിത വിശുദ്ധി പുലർത്തി കഴിഞ്ഞിരുന്ന മനുഷ്യൻ. അപ്പൊ അവരുമായിട്ടാണ് ഒരു മുന്നണി ഉണ്ടാകുന്നത്. പക്ഷെ അവിടെയും അധികാരം എന്ന പ്രശ്നമുണ്ട്. ഈ അധികാരം എവിടെയും ഒരു തട്ടിപ്പറിക്കലുണ്ടാവും. അധികാരത്തിന്റെ തട്ടിപ്പറിക്കൽ ഇല്ലാത്ത ഒരു അധികാരം കാട്ടിൽ പോലും ഉണ്ടാവില്ല. അത് വാൽമീകി കാണിച്ചു തരികയാണ്. സുഗ്രീവന്റെ അധികാരം തട്ടിപ്പറിച്ചത് ബാലിയാണ്. ബാലിയുടെ അധികാരം സുഗ്രീവൻ കവർന്നത് സത്യത്തിൽ ഒരു ധാരണ പിശകിന്റെ കാര്യമാണ്. പിന്നെ ബാലി തിരിച്ചു വന്ന് സുഗ്രീവന്റെ രാജ്യവും സുഗ്രീവന്റെ ഭാര്യയും സുഗ്രീവന്റെ ഐശ്വര്യവും എല്ലാം കവരുകയായി. അപ്പൊ സുഗ്രീവന് സത്യത്തിൽ രാജ്യം തിരിച്ചു കിട്ടണം, ഭാര്യയെ തിരിച്ചു കിട്ടണം, അതിലൊരു ന്യായമുണ്ടെന്ന് രാമന് തോന്നി. രാമന്റെ കാര്യത്തിൽ ഒരു ന്യായമുണ്ടെന്ന് സുഗ്രീവനും തോന്നി. കാരണം രാമന് രാജ്യം തിരിച്ചു കിട്ടും, പക്ഷെ ഭാര്യയെ ഒരു നഗരാധിപൻ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് രാവണൻ. അത് വീണ്ടെടുത്ത് കൊടുക്കണം. അങ്ങനെ ഒരു മുന്നണി ഉണ്ടാവുന്നു. മുന്നണി എന്ന് പറയുന്നത് ശരിയായ രണ്ട് സങ്കടങ്ങൾ തമ്മിൽ ഒരു നല്ല കാര്യത്തിന്റെ ഒത്തുചേരലാണ് മുന്നണി. ആ ഒത്തുചേരലാണ് രാമനും സുഗ്രീവനും കൂടെ ഉണ്ടാക്കുന്ന മുന്നണി. ആ മുന്നണിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഹനുമാന്റെ സഹായത്തോടെ, പിന്നെ അവരുടെ കൂട്ടത്തിലെ നളൻ എന്ന് പറയുന്ന, നളന് കാലത്ത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയർ ആണെന്നൊക്കെ പറയും, അദ്ദേഹത്തിന്റെ സഹായത്തോടെയും കാട്ടിലെ ജനതയുടെ അവിശ്രമമായ പരിശ്രമത്തിലൂടെയുമാണ് പാലം ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് ലങ്കയിൽ പോയി പിന്നെ സീതയെ കാണുന്നത്, അവസാനം സീതയെ വീണ്ടെടുത്ത് രാവണനെ വധിച്ച് തിരിച്ച് അയോധ്യയിലേക്ക് രാമൻ എത്തുന്നു. അങ്ങനെ അയോധ്യയിലേക്ക് രാമൻ എത്തുന്നത് വരെയുള്ള രാമന്റെ ജീവിതത്തിന്റെ വളർച്ചയാണ് മനുഷ്യനായ രാമന്റെ വളർച്ച. ആ മനുഷ്യനായ രാമന്റെ വളർച്ചയിലാണ് രാമന് രാവണനെ വധിക്കാൻ കഴിഞ്ഞത്. ആ വധിക്കാൻ കഴിഞ്ഞ രാമൻ വധിച്ച് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ രാമൻ രാജാവാകും. വീണ്ടും രാമൻ മനുഷ്യനല്ലാതായി തുടങ്ങുകയാണ്. അങ്ങനെ അല്ലാതാകുമ്പോഴാണ് രാമന് സീതയിൽ സംശയം. അതായത് ഒരാൾ മനുഷ്യനാകുമ്പോൾ നിങ്ങൾ പ്രകൃതിയെ പോലെ, നിങ്ങൾക്ക് മറ്റാരെയും സംശയിക്കേണ്ടതില്ല. നിങ്ങൾ ആരെയും ചതിക്കല്ല എന്ന് മാത്രമല്ല, നിങ്ങളെയും ആരെയും ചതിക്കുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാട്ടിലുള്ള രാമനും ആരെയും ചതിച്ചില്ല, ആരെയും സംശയിച്ചില്ല. പക്ഷെ അധികാരത്തിലേക്ക് ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് പറക്കുന്ന രാമൻ സീതയെ കണ്ടപ്പോൾ നീ പരിശുദ്ധയാണോ എന്ന് സംശയിച്ചു. അതായത് കാട്ടിലെ രാമനും നാട്ടിലേക്ക് തിരിച്ചു വരുന്ന രാമനും 2 രാമനാണ്. അവിടെയാണ് സീതയ്ക്ക് അഗ്നിപരീക്ഷ നേരിടേണ്ടി വന്നത്. പിന്നെ രാമൻ നാട്ടിലെത്തി രാജാവായി, ജനങ്ങളുടെ രാജാവായി, നല്ല രാജാവായി. ഇന്ത്യൻ ഭരണകൂടത്തിൽ ആദ്യമായി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ രാജ്യത്തിലെ രാജാവായി. പക്ഷെ അപ്പോഴും നാട്ടിൽ ഏതോ ഒരാൾ എല്ലായ്പ്പോഴും അധികാരത്തിൽ ഇരിക്കുന്നവരുടെ കുറ്റങ്ങൾ പറയാൻ, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും ശ്രമിക്കുന്നതിൽ ഒരാൾ സീതയെക്കുറിച്ച് അപവാദം പറഞ്ഞു. സീത അഗ്നിശുദ്ധി വരുത്തിയതാണെന്ന് രാമൻ അറിയാം. പക്ഷെ രാമൻ ആ നാടിന്റെ ജനതയുടെ മനസ്സിലുള്ള സംശയം ഇല്ലാതാക്കാൻ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചു. അതിന്റെ അർത്ഥം അധികാരത്തിലെത്തിയ രാമൻ മനുഷ്യനല്ലാതായ രാമനാണ്. സീതയെ മനസ്സിലാകാതെ പോയ രാമനാണ്. സീതയുടെ വിശുദ്ധി ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ രാമനാണ്. ആ രാമൻ അവസാനം സീതയെ കാട്ടിലേക്ക് അയക്കുന്നു. അവർ ഗർഭിണിയായിരിക്കുന്നു.
സീത സ്വന്തം കൊച്ചുങ്ങളെയൊക്കെ പ്രസവിച്ചു വളർത്തി. പിന്നെ സീത തിരിച്ചു വന്നു. സീത സ്വാഭാവികമായി രാമൻ ക്ഷണിച്ചിട്ടും വരാതെ മരിച്ചു വീണു. ലക്ഷ്മണൻ രാമന് വേണ്ടി തന്നെ പുഴയിൽ മുങ്ങി മരിച്ചു. അവസാനം രാമന് നിവർത്തിയില്ലതായി. രാമന്റെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരു ജനതയുണ്ടായില്ല, സഹോദരങ്ങളുണ്ടായില്ല, തന്റെ കൂടെയുള്ളവരുണ്ടായില്ല. ഒരു കാര്യം രാമന് ബോധ്യമായി. കാട്ടിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നവർ ഈ പ്രകൃതിയുടെ ദുഷ്ടത ഒന്നുമില്ലാത്ത, എല്ലാ നന്മയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, പകല് പോലെ രാത്രി പോലെ, തണുപ്പ് പോലെ ചൂട് പോലെ കാറ്റ് പോലെ എല്ലാത്തിൻ്റെയും വിശുദ്ധി പൂർണ്ണതയിലെത്തിയ നന്മയാണ്. അത് തനിക്കൊരാശ്വാസമായിരുന്നു. എന്നാൽ ഈ അധികാരം, ഈ വലിയ കൊട്ടാരം, ഇതിന്റെ സമ്പത്ത്, ഇതിന്റെ ആഘോഷം, ഇതൊന്നും തനിക്ക് തരാത്തത് തൃപ്തിയാണ്, സ്വസ്ഥതയാണ്. തനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാം നൽകിയ സീത നഷ്ടമായ, ലക്ഷ്മണൻ നഷ്ടമായ, ബന്ധുക്കളെല്ലാം നഷ്ടമായ, ലക്ഷ്മണന്റെ കൂടെ ഊർമിളയും ആത്മഹത്യ ചെയ്യുമ്പോൾ തനിക്കിനി ബാക്കിയുള്ളത് മരണമാണ്. അങ്ങനെയാണ് ഉത്തരരാമായണത്തിൽ സരയൂ നദിയിൽ കുളിക്കാനിറങ്ങിയ പരിവാരങ്ങളോടൊപ്പം മുങ്ങിയ രാമൻ ആ പുഴയുടെ ഓളങ്ങളിൽ ഒഴുകി പറയുന്നത്. ബാക്കി എല്ലാവരും കൂടെ മുങ്ങിയവർ പൊങ്ങുമ്പോഴും പൊങ്ങാതെ പോയി മുങ്ങി വെള്ളത്തിൽ അലിഞ്ഞമർന്നു പോയ ഒരു ജീവിതമാണ് രാമൻ്റെത്. രാമന്റെ ജീവിതം നമ്മൾ പഠിപ്പിക്കുന്ന, പറയുന്ന ഒരു പ്രധാന കാര്യമായി എനിക്ക് തോന്നുന്നത്, നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ രാമനെപ്പോലെ നിങ്ങളെ ജയിക്കുക മാത്രം ചെയ്താൽ പോരാ. നിങ്ങൾ അധികാരത്തിൽ നിന്ന്, അതിൻ്റെ ആഘോഷ താല്പര്യങ്ങളിൽ നിന്ന് നിങ്ങളെ വേർപെടുത്തി നിങ്ങളെ സ്നേഹിക്കുന്ന, മനുഷ്യരുമായി ബന്ധപ്പെട്ട മഹത്തായ സൗന്ദര്യത്തിൽ മുങ്ങി സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള ഒരു വഴി നിങ്ങൾ കണ്ടെത്തണം. അല്ലെങ്കിൽ നിങ്ങൾ സങ്കടങ്ങളുടെ തമ്പുരാനായിരിക്കും, സന്തോഷത്തിന്റെ യാചകൻ പോലുമാകുകയല്ല. ഇതാണ് രാമനിലൂടെ വാൽമീകി നൽകുന്ന സന്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവസാനിപ്പിക്കുക.